സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. മേപ്പാടം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വിജയോത്സവം 2024 എന്ന് പേരിട്ട പരിപാടിയിൽ വിദ്യാർത്ഥികളെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വീണ സന്തോഷ്, അഫ്സ ഹമീദ്, കൂടാതെ വാഹനാപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന യുവാവിന്റെ ജീവൻ രക്ഷിച്ച ലോഗോൺ ബസ് തൊഴിലാളികളായ സന്തോഷ്, ജിതിൻ എന്നിവരെയുമാണ് മേപ്പാടം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. മേപ്പാടം മനക്കടവത്ത് ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ ER ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ കുട്ടികളെക്കുറിച്ച് പഴയ കാലത്തെ ആളുകൾക്ക് പറയാനുള്ളത്, പുതിയ കാലത്തെ കുട്ടികൾ അവരവരുടെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന കുട്ടികളാണ്. ഏത് സമയവും മൊബൈലിൽ തോണ്ടി ഇരിക്കുന്ന കുട്ടികളാണ്. മറ്റുള്ളവരുടെ അയൽപ്പക്കക്കാരുടെ സൗകര്യങ്ങളെക്കുറിച്ചോ അയൽപ്പക്കക്കാരുടെ സുഖങ്ങളെക്കുറിച്ചോ അന്വേഷിക്കുന്നതിന് കഴിയുന്നില്ല. മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ളവരുടെ വിവരങ്ങളെക്കുറിച്ച് അറിയുന്നതിനാണ് താല്പര്യം എന്നൊക്കെയാണ് ഒരു ശരാശരി പുതിയ തലമുറയിലെ കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇത് പാടെ തെറ്റാണ് എന്നതാണ് യഥാർത്ഥ വിലയിരുത്തൽ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക. എന്തേ ഇങ്ങനെ പറയാൻ എന്നതാണ്. നോക്കൂ, 2018 പ്രളയം കേരളത്തെ വിഴുങ്ങിയ സമയത്ത് സ്വന്തം ജീവനെ മാറ്റിവെച്ച് ആ പ്രളയത്തിൽപ്പെട്ടവരുടെ നേർക്ക് സഹായത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങൾ നീട്ടിയത് 60 വയസ്സ് കഴിഞ്ഞവരായിരുന്നില്ല, മറിച്ച് 20 വയസ്സ് പോലും തികയാത്തവരായിരുന്നു എന്നതാണ് നമ്മുടെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. അത് അവരെ കുറിച്ചുള്ള കരുതലിൻ്റെ അംശം സ്വന്തം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ടാണ് യുവത്വത്തിന് ആ പ്രവർത്തനത്തിലേക്ക് സ്വയം എടുത്തെറിയാൻ കഴിഞ്ഞത് എന്നതാണ്. ഒരു രക്തദാന ക്യാമ്പിൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് യുവാക്കൾ തന്നെയാണ്. ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് യുവാക്കൾ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ഒരു വ്യത്യാസം? ഞങ്ങളുടെ കാലത്തെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം പ്രായമായ ആളുകൾ ഒരു കാര്യം ചെയ്താൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കുറേ കാലെടുക്കും. യുവജന കമ്മിറ്റി സെക്രട്ടറി KM റസാഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കളിയത്ത്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, 6ാം വാർഡ് മെമ്പർ LC, യുവജന കമ്മിറ്റി അംഗങ്ങളായ PM റഫീഖ്, NK ജലീൽ, യുവജന കമ്മിറ്റി ട്രഷറർ അബു താഹിർ മേപ്പാടം, ജൂനിയർ കമ്മിറ്റി പ്രസിഡന്റ് ആഷിഖ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട.
നമ്മുടെ ലിസ്യു കോളേജ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1, +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.